ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ജസ്റ്റ് എന്ത് പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തിട്ടും ഞാനൊരു കുറച്ച് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ള പെർഫ്യൂംസിൻ്റെ റിവ്യൂ ആണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ പെർഫ്യൂംസ് ആണെന്നുള്ളത്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഞാൻ ഈ പെർഫ്യൂമിനെ കുറിച്ച് അധികം റിസർച്ച് ചെയ്യാത്തതും പെർഫ്യൂം അങ്ങനെ അത്ര അഡിക്റ്റ് അല്ലാത്തത് കൊണ്ടും എനിക്ക് അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പെർഫ്യൂംസാണ്. ഇത് ഞാൻ കുറച്ച് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതെനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് കൊണ്ടുവന്നത് എൻ്റെ ചിറ്റപ്പനാണ് കൊണ്ടുവന്നത്. പുള്ളി ഖത്തറിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്. അങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത പ്രോഡക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് റിവ്യൂ തുടങ്ങാം. ഇത് ബ്ലൂ ലേഡി, എല്ലാവർക്കും അറിയാം, അത്യാവശ്യം ഇത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള പെർഫ്യൂം തന്നെയാണ്. ഇതിന് ഏകദേശം നല്ല റേറ്റ് ഉണ്ട്. ഈ ഒരു 40 ml തന്നെ 900 സംതിങ് ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ ഇതിൻ്റെ ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയുവാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഇതിൻ്റെ റേറ്റ് വൈസ് എനിക്ക് ഭയങ്കര എനിക്ക് പോരാ എന്നുവെച്ചാൽ പെർഫ്യൂമിൻ്റെ സ്മെല്ലല്ല, എനിക്കിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. കാരണം ഇത് 900 സംതിങ് വരുന്നുണ്ട്, 800-900 ഉള്ളിൽ വരുന്ന റേറ്റിലുള്ള ഒരു പെർഫ്യൂമാണ്. അപ്പം നമുക്കിത് ഡെയിലി യൂസിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല റേറ്റ് വൈസ്. പിന്നെ നമ്മൾക്കിത് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുന്നൊരു പേഴ്സണലി എനിക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് അല്ല. 40 ml ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് അത്യാവശ്യം സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. സ്മെല്ലിൻ്റെ കാര്യത്തിലും എനിക്ക് രണ്ട് അഭിപ്രായമുണ്ട്. വെച്ചാൽ രണ്ട് തരത്തിലാണ്. ഫസ്റ്റ് എനിക്ക് അടിക്കുന്ന സമയത്തുള്ള എൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. കാരണം അത് ഇത്തിരി സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡിയായിട്ട് ഇത് മിങ്കിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഭയങ്കര സൂപ്പർ സ്മെല്ലാണ്. നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വർത്തിട്ടാണ്. പക്ഷേ എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലേ, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് എനിക്ക് ബ്ലൂ ലേഡിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ വന്നിട്ട് വൈൽഡ് സ്റ്റോൺ അടിച്ച്. ഇത് മെൻസാണ് യൂസ് ചെയ്യുന്നത്, കൂടുതലും മെൻസാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പെർഫ്യൂംസിൽ ഞാൻ പറഞ്ഞില്ല, കുറച്ചൊന്നും പറഞ്ഞ പോലെ ഇന്നതേ ഞാൻ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഞാൻ പെർഫ്യൂംസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ആണെങ്കിൽ അത് മെൻസിൻ്റെ ആണോ വുമൻസിൻ്റെ ആണോ നോക്കാറില്ല, ഞാൻ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്തതിൽ എനിക്ക് ഈ പെർഫ്യൂമും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇതാണ് വൈൽഡ് സ്റ്റോൺ എഡ്ജ്. ഇത് നമുക്ക് ഒരു MRP വരുന്നത് 500 499 ആ റേറ്റ് വരുന്നുണ്ട്. ബട്ട് ഇത് ഓഫർ പ്രൈസിൽ നമുക്ക് ഓൺലൈൻ നമ്മളെടുത്തപ്പോഴും മേ ബി ബ്ലൂ ലേഡിക്കും കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മൾക്കൊരു ഓഫർ പ്രൈസിൽ ഒരു 204 ആ റേറ്റിൽ നമുക്ക് കിട്ടിയതാണ്. 50% ഓഫ് ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ബ്ലൂ ലേഡി പോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലും ഭയങ്കരമാണ്. പക്ഷേ ഇതിൽ ബ്ലൂ ലേഡിനെ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് അടിക്കുമ്പോഴുള്ള സ്മെല്ലും അത് കഴിഞ്ഞിട്ടുള്ള സ്മെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മിൻറ്റ് ലെമൺ ആ ഒരു ഫ്രേഗ്രൻസ് ആണ് നമുക്ക് ഇതിനുള്ളത്. അതിൻ്റെ ഒരു ബോട്ടിലാണെങ്കിലും ഇതിൻ്റെ ക്യാപ്പൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഡീസൻറ്റ് ബോട്ടിലാണ്, ഡീസൻറ്റ് ലുക്കിലാണ് ഈ സംഭവം അവരിറക്കിയിരിക്കുന്നത്. പിന്നെ ഇത് എല്ലാവർക്കും അറിയുന്ന റസാസി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി മസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ബ്ലൂ ലേഡി ഞാൻ യൂസ് ചെയ്യും, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബഡ്ജറ്റ് വൈസ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല ബ്ലൂ ലേഡി, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. പിന്നെ വന്നിട്ട് മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയാർഡോ ഗോഡ് ഫാദർ. ഇതും അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും, വൈൽഡ് സ്റ്റോണിൻ്റെയും ഈ ബിയാർഡോ ഗോഡ് ഫാദറിൻ്റെയും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയേക്കുന്നത് ശരിക്കും അതിൻ്റെ കളർ ഭയങ്കര നമ്മൾ പണ്ട് എന്തോ ഒരു എനിക്ക് പേഴ്സണലി എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന എന്തൊക്കെയോ ഓർമ്മ വരുന്നൊരു കളറാണ്. എന്താണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്തോ എനിക്ക് നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്നൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ബോട്ടിൽ ഡിസൈനാണ് ഇതെല്ലാം. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ നമ്മുടെ വൈൽഡ് സ്റ്റോണിനേക്കാളും റേറ്റ് കൂടുതലുണ്ട്. ഇതിന് 699 ആണ് ആക്ച്വൽ MRP പ്രൈസ് വരുന്നത്. ഇതും നമ്മൾ ഓഫർ പ്രൈസിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. 298 നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതും
അത്യാവശ്യം നല്ലൊരു സ്മെല്ലാണ്. പക്ഷേ രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് പെർഫ്യൂംസാണ്. ഫസ്റ്റ് വൺ നമുക്ക് വൈൽഡ് സ്റ്റോൺ എഡ്ജ് എന്ന് പറയുമ്പോഴേക്കും ഇത് നമുക്ക് ഡെയിലി യൂസാണ്. ബട്ട് ഇത് നമുക്ക് ഡെയിലി യൂസ് അല്ല. ഇത് നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഒരു എന്തെങ്കിലും പാർട്ടി അല്ലെങ്കിൽ ഡേ ഔട്ട് പ്രോഗ്രാമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഇത് നമുക്ക് ഇത്തിരി സ്ട്രോങ് ആണ്. പിന്നെ ഇത് എങ്ങനെ ഇതൊരു നമ്മളല്ലേ ഫ്രഷ് ഫീൽ കിട്ടുന്ന അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിങ് അതനുസരിച്ചുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ഫീലാണ് ഇതിന്. പക്ഷേ ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇത് ഓരോ ടൈം ഓഫ് പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ സ്മെല്ല് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. കൊള്ളൂലെന്നല്ല പറയുന്നത്. നമുക്കിത് ഡെയിലി യൂസിനല്ല, നമുക്ക് അത്യാവശ്യം നമുക്കൊരു പാർട്ടി മൂഡിൽ അടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. രണ്ടിൻ്റെ അല്ല മൂന്നിൻ്റെയും പാക്കിങ് ഒരു അടിപൊളി പാക്കിംഗ് ആണ്. കാണാനും നല്ല ഭംഗിയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള ബോട്ടിൽ ഇതാണ് വൈൽഡ് സ്റ്റോൺ. ബോട്ടിൽ വൈസ് ആണെങ്കിലും എന്ത് വൈസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഭയങ്കര. പക്ഷേ എന്താ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും മെൻസും ഇത് വുമൻസും ആണ്. ഞാൻ പിന്നെ അങ്ങനെ നോക്കാത്തതുകൊണ്ട് ഇത് മൂന്നും വാരിക്കോരി അടിക്കാറുണ്ട്. മിക്സ് ചെയ്തല്ല, മൂന്നും എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ അടിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്ന പോലെയല്ല, ഇത് ഡെയിലി യൂസാണ്, ഇത് പാർട്ടി മൂഡാണ്. ഇത് ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈമിലൊക്കെ ഞാൻ അടിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവരെന്തായാലും മേടിക്കുക. അപ്പോൾ എന്തായാലും ഇത് മൂന്നും നമുക്ക് ഉണ്ടെങ്കിൽ മസ്റ്റ് ബൈ ഐറ്റമാണ്. നമുക്ക് മൂന്നും ഉണ്ടെങ്കിൽ മൂന്നും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ്, ഫ്രേഗ്രൻസാണ്, ടൈപ്പ് ഓഫ് ഒരു ഫ്രേഗ്രൻസ്. അപ്പോൾ നമുക്ക് മൂന്ന് ടൈമുകളിലായിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്നൊരു പക്ഷേ മൂന്ന് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസാണ്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ മേടിക്കുക. ഇതൊരു പ്രാവശ്യം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് നിൽക്കുന്നൊരു പെർഫ്യൂമാണ്. ഇതും അതുപോലെ തന്നെയാണ്. ബട്ട് ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഇത്തിരിയും കൂടി ഇതിനെ വെച്ച് ബ്ലൂ ലൈറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഈ ബിയാർഡോ ഗോഡ് ഫാദറും വൈൽഡ് സ്റ്റോൺ എഡ്ജും നമുക്ക് ഇത്തിരിയും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ പെർഫ്യൂമിന് അത്യാവശ്യം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതും നിങ്ങൾക്ക് മേടിക്കാം. എന്നെ സംബന്ധിച്ച് ബഡ്ജറ്റിൽ മാത്രം എനിക്ക് ഇച്ചിരി ഏറ്റത്തെക്കുറിച്ച് തോന്നിയിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ, ഇത്തിരി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്, ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, വേണ്ടവർ മേടിക്കാം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയുടെ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ആൻഡ് ബൈ.